സാറേ ഒരു 10-12 കോളായി. മഴ പെയ്യോ പേത്തിലൊന്ന് പറ. ഇപ്പൊ എത്ര കോളായി? 12 കോളായ. അതിൽ ഏതെങ്കിലും മഴക്കോളം ഉണ്ടോ എന്ന് നീ പോയി നോക്കിട്ട് വാ. അതല്ല പറഞ്ഞത്. പിന്നെ ഈ ലാൻഡ് ബോർഡ് കിടന്ന് 10-12 കോളായിട്ട് വിളിക്കുന്നുണ്ട്. എടോ മഴ പെയ്യോ പേത്തിലും സാറൊന്ന് പറ. എടോ അതല്ലേ ഞാൻ ഇത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്യൂലെന്ന് നോക്കട്ടെ. സാറേ ഇതാ പുഴയിലോട്ട് പിടിക്കാതെ ഒരു വട്ടെങ്കിലും മേളിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മഴ പെയ്യോ പെയ്യത്തില്ലെന്ന് അറിയാം. ഈ മഴ പെയ്യുന്നത് എങ്ങനെയാണ്? ഈ പുഴയിലെ വെള്ളം നീരാവിയായി മുകളിലേക്ക് പോയി കാർമേഘങ്ങളിൽ തങ്ങി നിന്ന് മഴയായി പതിക്കുന്നു. ആണല്ലോ. അപ്പൊ ആദ്യം നമ്മൾ പുഴയിലോട്ടല്ലേ നോക്കേണ്ടത്? നീരാവിയായിട്ട് പോകണമെന്ന് നോക്കണ്ടേ? അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഏതെങ്കിലും ജലകന്യയുടെ ഭർത്താവിന്റെ നിജവക്കാൻ നമ്മളെ കിട്ടുമ്പോൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? നീരാവിയായിട്ട് പൊങ്ങിപ്പോന്ന സാറ് കറക്റ്റായിട്ട് കൂടെ നോക്കാൻ പറഞ്ഞു. പിയൂന്റെ സാറിന് നിന്നാ മതി. പോയി ഒരു ചായ വാങ്ങിച്ചോണ്ടോ. സാറേ ഈ കാറും കോളും നിറഞ്ഞ ചായ വേണോ അതെ തെളിഞ്ഞ ആകാശം പോലത്തെ ചായ വേണോ? മനസ്സിലായില്ല. കടുപ്പത്തിലുള്ള ചായ വേണോ അതെ ലൈറ്റായിട്ടുള്ള ചായ വേണോ? എനിക്ക് മേഘാവൃതമായ ഒരു ചായ മതി. അതെന്തോ സാറേ? എടാ വെള്ളച്ചായ മതിയെന്ന്. അപ്പൊ കൂടെ വാൽനക്ഷത്രം കൂടെ എടുക്കും. അതെന്തോന്ന്? സമൂസ. ഹലോ. ഓഹോ എന്തോ സാറേ? ഇന്ന് വൈകുന്നേരം കത്രീന വീശിയടിക്കും. എന്റെ ദൈവമേ, കേരളമാകെ ഭയങ്കര നാശനഷ്ടമായിരിക്കും. എന്റെ ഭാര്യ കത്രീന എന്നെ വീശിയടിക്കുന്നതിന് കേരളത്തിന് എന്ത് നാശനഷ്ടോടെ? സാറിന്റെ ഭാര്യയുടെ പേര് കത്രീൻ എന്നാണ്. ഞാൻ വിചാരിച്ചു കത്രീൻ എന്ന് പറഞ്ഞാൽ വലിയ ചുഴലിക്കാറ്റായിരിക്കും. രണ്ട് സംഭവം ഒന്നും തന്നെ. നമ്മൾ ഈ നാശിപ്പിക്കുന്ന കാറ്റേക്കെല്ലാം പെണ്ണുങ്ങളെ പേരാണല്ലോ ഇട്ട് വയ്ക്കുന്നത്. അപ്പൊ കാറ്റൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ എന്തായാലും കാലാവസ്ഥയിൽ റിപ്പോർട്ട് കൊടുക്കണം. നീ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആകാശം എങ്ങനെയാണെന്ന് പറഞ്ഞ അവർ റിപ്പോർട്ട് ചെയ്താ നോക്കാം. അകലേ നീലാകാശം. അപ്പം മഴയില്ല. ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഇല്ല. ആകാശം. സാറേ ഏതോ ഒരു ജലകന്യകയുടെ ഭർത്താവാൻ തോന്നുന്നു ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. പേടിപ്പിക്കാതെ എനക്കം കണ്ടിട്ട് എനിക്ക് പന്തിയായിട്ട് തോന്നുന്നില്ല. ഇതല്ല. പിന്നെ ഇത് നമ്മുടെ മേലുദ്യോഗസ്ഥനാ. ഇവിടെ അഴിമതി നടക്കണമെന്ന് അറിയാൻ വേണ്ടി വേഷപ്രച്ഛന്നനായി വന്നതാ. വേഷപ്രച്ഛന്നനായി വരാൻ ഇത് കലോത്സവ വേദി അല്ലല്ലോ. നീ പോയി സാറേന്ന് വിളി. എന്നിട്ട് വേണം എന്റെ പണി പോകാൻ. സാറ് പോയി ചോദിക്കും. ഹലോ, എക്സ്ക്യൂസ് മീ. എന്താ നോക്കുന്നേ? അതെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ മക്കളെ ജംഗ്ഷനിൽ ഇറക്കി വിട്ടായിരുന്നേ. അപ്പൊ സ്കൂൾ ബസ്സിൽ അവർ കയറി ഒന്ന് നോക്കിയതാ. സ്കൂൾ ബസ് നോക്കാനാണോ ആ സാധനം ഇവിടെ കൊണ്ട് വച്ചേക്കുന്നത്? പുഴയിലിട്ട് നോക്കണ്ടേ? അല്ല, ഈ പുഴയിലെ വെള്ളം നീരാവിയായി മുകളിലോട്ട് പോകുന്നു. സാറിന് നോക്കണ്ടേ? സാറത് നോക്കുന്നുണ്ടോ? നീരാവിയായിട്ട് പോകുന്നോ നോക്കുന്നുണ്ടോ? കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇയാള് ടിവിയിൽ വന്നിരുന്നോണ്ട് പറഞ്ഞു ഇനിയുള്ള 2 ആഴ്ച ഇവിടെ ഭയങ്കര വേനൽക്കാലമായിരിക്കും, വെയിലായിരിക്കും, ചൂടായിരിക്കും. അത് കേട്ടുകൊണ്ട് ഞാൻ എന്റെ പാവപ്പെട്ട വീടിന്റെ ഓടെല്ലാം വാർക്കപ്പണിക്കായി നിലത്തിറക്കി. ഓട് നിലത്തെത്തിയതും ഇടി വെട്ടി മഴ. കഴിഞ്ഞ 2 ആഴ്ചയായി നിർത്താതെ പെയ്യാണ് മഴ. സാറിനൊരു കാര്യം അറിയാമോ? എന്റെ വീട്ടിൽ 2 മുറിയേ ഉള്ളൂ. ആ 2 മുറിയിൽ വെള്ളം നിറഞ്ഞ് ഞാനും എന്റെ ഭാര്യ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് നീന്തുപോലെ നീന്തിക്കൊണ്ടിരിക്കുക. ഹലോ, ഇതൊരു ഓഫീസാണ്. ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ മാന്യത വേണം. ഞാൻ ഒരു കാര്യം പറയാം, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. മര്യാദ കാണിക്കണം കേട്ടോ. നിങ്ങളൊരു മേലുദ്യോഗസ്ഥന്റെ മുമ്പിലാണോ ഇങ്ങനെ മുണ്ടും മടക്കി കുത്തിയും സംസാരിക്കുന്നത്? മുണ്ടാ? ഈ മുണ്ട് മടക്കി കുത്തിയേക്കുന്നുണ്ടോ നിങ്ങൾ? അയ്യോ, ഇത് മുണ്ടല്ല, ഇതെന്റെ പെണ്ണുമ്പിള്ളേരെ അടിപ്പാവാടേണ്. എന്റെ മുഴുവൻ വെള്ളത്തിൽ കിടക്കാണല്ലോ. നമുക്ക് മനസ്സിലായല്ലോ 2 ആഴ്ച കൊണ്ടാണെന്ന്. പറ, ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. അയ്യോ, എന്റെ പിറകിലൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, കാണാനില്ലല്ലോ. അത് ഇവിടെ തന്നെ ഉണ്ട്. ഇതിന്റെ കാര്യമല്ല, എന്റെ പെണ്ണുമ്പിള്ള എന്റെ പിറകെ ഉണ്ടായിരുന്നു, കാണാനില്ല. അയ്യോ, എന്റെ പെണ്ണുമ്പിള്ളയാണോ പുല്ലാന്ന് അറിയാൻ വയ്യ. അത് ഒരു പറക്കും തളിയാ കയറി വരുന്നു കേട്ടോ. ഹലോ മേഡം. എന്തും കോലാവനെ പണ്ടത്? അല്ല, നിങ്ങളുടെ ഭർത്താവിന്റെ വീടല്ല ഇവിടെ വന്നിങ്ങനെ കിടക്കാൻ. ഇതൊരു ഓഫീസാണ്. ആർക്കതൊക്കെ അറിയപ്പോ എങ്ങോട്ടോ ഓടിപ്പോയി ഇങ്ങോട്ട് വേടാ. ഉളുപ്പുണ്ടോടാ? ഞാൻ പറയട്ടെ ഒരു നിങ്ങൾ തൊള്ളയും പൂട്ടാൻ മുണ്ടാതെ കുത്തിട്ടോളി. പറഞ്ഞില്ലാന്ന് വേണ്ട. എന്താ ചെയ്തത്? ഈ കോട്ടും സൂട്ടിട്ട് എന്റെ വീടിന്റെ ടിവിനുള്ളിൽ വന്ന് കുത്തിന് എന്താ എന്നോട് നോണ പറഞ്ഞത്? അതിന്റെ മുഖത്ത് നോക്കി പറയാണ്.
ഒരു ആഴ്ചത്തേക്ക് ഇനി മഴ പെയ്യൂല, ആകാശം നിറച്ചും മേഘം വട്ടത്തിലാണ്, ചതുരത്തിലാണ്, ത്രികോണത്തിലാണ്, മട്ടക്കോണിലാണ്. എന്തൊക്കെ നുണയാണ് ഈ പറഞ്ഞത് കേട്ടോ. ആ ടി വി ഇറങ്ങി പോയി അപ്പം മുതൽ തുടങ്ങിയതാ പെരുമയോട് മഴ. എന്റെ വീട് ഇപ്പൊ മഴയത്ത് മുങ്ങി കിടക്കുകയാണ്. അതൊക്കെ ഞാൻ പോട്ടേന്ന് വിചാരിക്കും. ഞാൻ കഷ്ടപ്പെട്ടിന്റെ കക്കൂസിന് തൊട്ടടുത്ത് വാഴ കുഴിച്ചിട്ട് ആ വാഴയാണെങ്കിൽ നല്ലോണം വളർന്ന് അതിന്റെ മോള് വലിയൊരു മൈസൂർപ്പഴൊക്കെ കൊലച്ച് മുന്നിൽ നിൽക്കുക. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, ഈ മനുഷ്യന് രാവിലെ ചായക്ക് വേണ്ടിട്ട് പുട്ടിന്റെ കൂടെ പഴം എടുത്ത് കൊടുക്കാൻ വിചാരിച്ചു. അതിന് വേണ്ടി ഞാൻ പുട്ടുണ്ടാക്കുന്ന സാധനം അതെടുത്ത് അരുള്ളി ചില്ലിട്ട് പിന്നെ നല്ല മൈസൂർ പഴം കൂട്ടിട്ട് മൈസൂര് പഴം കൂട്ടി അടിക്കുന്നിന്നെ എന്നോട് കളിക്കണ്ട ഉണക്കപ്പുട്ടേ. ഉപ്പാണെങ്കിൽ നമ്മള് കുപ്പിച്ചില്ലാതെ ഓന്റെ കുപ്പിച്ചില്ല്. മനുഷ്യ മനസ്സ് വിഷമിച്ചൊരു കഥ പറയാണ് പുട്ടും കൂട്ടി. അല്ല, നിങ്ങളല്ലേ മൈസൂരി പഴത്തിന്റെ റൂട്ടോട്ട് കൊണ്ട് തന്നത് എന്റെ കയ്യില്. ഇവൻ ഇവിടുന്ന് കുഴപ്പമില്ല. എന്താണെന്നറിയോ, 2 ആഴ്ച വെള്ളത്തിൽ കിടക്കായിരുന്നല്ലോ. ഉള്ളംകാലിൽ നിന്ന് ഉച്ചന്തലയിലോട്ട് തണുപ്പ് ഇങ്ങോട്ട് വേടാ. അപ്പൊ ഒളിച്ചിക്കാണോ? അപ്പൊ ഞാന് പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ട് നനയ്ക്കുന്ന സമയത്താണ് ഓൻ വന്നത്. ആരടി വന്ന ഞാനില്ലാത്ത സമയത്ത് നിന്റെ പുട്ട് തിന്നെ ആര് വന്നെന്ന് എനിക്കറിയാം. മറ്റോന് അയ്യോ, പുട്ട് തിന്നാൻ മറ്റവരും വന്ന് എനിക്ക് മാത്രം പുട്ടി. ഓ മയ അങ്ങനെ പയ്യാ അങ്ങനെ പറ. ഈ ഒരു കാര്യം ചെയ്യ, ഓനെ വിളിച്ച് പറയും. ആരെ ഓനെ വിളിച്ച് പറയാൻ നിർത്താൻ വേണ്ടിട്ട്. ആരെ വിളിച്ചു പറയാനെന്ന്? മയനെ കുന്തം വിഴിഞ്ഞ എന്റെ മുഖത്ത് കുത്തിരിക്ക. ഓനെ വിളിച്ച് പറയാ. അവിടുന്ന് വിവരം വിദ്യാഭ്യാസം ഇല്ല. ഓനടുത്ത് വിളിച്ച് പറയും. മയെ വിളിച്ച് പറയാ. അവള് പറഞ്ഞല്ലേ, വിളിച്ചു പറ. ഇത് എവിടുന്ന് കിട്ടിയ? കോഴിക്കോട് നരിക്കുനി. അണ്ണനാ? ഞാൻ തിരുവനന്തപുരത്ത് നട്ടേ. അപ്പൊ നിങ്ങൾ രണ്ടും കൂടെ എങ്ങനെ ഒപ്പത്? കഥ എന്തിനാണ്? കഥ പറഞ്ഞ് 10 മിനിറ്റ് കഴിക്കാനില്ലേ, ഡയറക്റ്റ് അങ്ങ് ഏറിയാ. ഞാൻ കേറട്ടോ? സ്ത്രീയെ പറയതാടിക്കാരാ താടിക്കാരാന്ന്. ഹേ സ്ത്രീയെ, പറയ്. ഇത് ഫയർഫോഴ്സുകാർ മോട്ടോർ വെച്ച് മേളിലോട്ട് വെള്ളമടിക്കുകയല്ല പറയുമ്പോൾ നിർത്താൻ. ഇതെന്ന് പറഞ്ഞാൽ കാർമേഘങ്ങളെല്ലാം കൂടെ ഉരുണ്ട് കൂടി മഴയായി താഴേക്ക് പതിക്കുന്നതാണ്. ഈ ഒരു കാര്യം ചെയ്യ, ഓനെ വിളിച്ച് പറ നിർത്താൻ വേണ്ടിട്ട്. ആരെ ചെല്ല പറഞ്ഞ ആരൊക്കെ ഉരുണ്ട് കൂടി അങ്ങോട്ട് മേലോട്ട് പോയിക്കുന്നെന്ന് ഓനെ വിളിച്ച് പറയടാ. ഇത് കർണടിപ്പിക്കേണ്ട കേസായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ താമസിക്കാൻ നിങ്ങളെ ഭാര്യയും വിളിച്ചോണ്ട് നിങ്ങളെ നാടായ തിരുവനന്തപുരത്ത് പോയി താമസിച്ചൂടെ? എന്നിട്ട് വേണം തലസ്ഥാനം കത്തിച്ചതിന് എന്റെ പേര് കേസെടുക്കാൻ. അത് ചോദിച്ചാണ് തന്നെ ഉണ്ട് കേട്ടോ. തൊണ്ടയിലായിട്ടിരിക്കുന്നു. കഥം പറയാണ് ഞാന്. കൊട്ടിട്ടോനെ താടിക്കാരാ, രണ്ടാമത് കേക്കണം. ഇയാൾ ഉടുത്തോ എന്റെ അടി പാവാടിയാ. ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടി മാത്രം തേച്ച് മിനിക്ക് അലമാരി വെക്കുന്ന സാധനാണ്. വെള്ള നിറമുള്ള അടിപ്പാവാട്ട് ഉടുത്തിക്കാൻ മൂപ്പര്. കള്ളം പറയല്ലേ, തൂവെള്ള നിറവൊന്നും അല്ലതാ. അതിനകത്ത് ചോപ്പ് ഡിസൈനൊക്കെ അടിച്ചേക്കുന്നുണ്ട്. തിരിഞ്ഞാ കണ്ടാ, അടിപൊളി ചോപ്പ് ഡിസൈനൊക്കെ അടിച്ചേക്കുന്നുണ്ട്. തൂവെള്ള കള്ളം പറയുന്നു. ഇത് ഡിസൈനല്ല, 2 ആഴ്ച ഞാൻ വെള്ളത്തിൽ കിടന്നില്ലേ, അപ്പൊ എന്റെ ജട്ടിയിലെ കളർ പറ്റിയ നല്ലെണ്ണം മേടിച്ചിട്ടൂടെ? കുനുകുന സമ്മർദ്ദാനം പറഞ്ഞിരിക്കാണ്ടേ ഈ കാലത്ത് തീരുമാനം എടുക്കും. എന്ത് താന്നാണ് ഇവിടെ പോലെ എന്നാലും വെള്ളത്തിൽ മുങ്ങി കിടക്കുക. ഇനി ഇവിടെ തീരുമാനം ഉണ്ട്. അവിടെ ഇവിടെ ഞാൻ എനിക്കത് പ്രശ്നമില്ല. എനിക്ക് കുറച്ച് കിടന്നുറങ്ങണം. താരങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ? ഓക്കെ. അവര് പറഞ്ഞായിരുന്നു സാറിന്റെ കൂടെ കയറി കിടക്കാൻ. അവളെ സാറേന്ന് വിളിച്ച എന്നെയാണ്. നിങ്ങളെ സാറേന്നാ? അതെന്തിനാ? അവളെക്കാളും വിദ്യാഭ്യാസം എനിക്ക് കൂടുതലുണ്ടല്ലോ. എത്ര വരെ പഠിച്ചു? ഞാൻ 8ാം ക്ലാസ്, അവള് 3ാം ക്ലാസ്. അപ്പൊ ബഹുമാനം കൊണ്ട് വിളിക്കുന്ന സാറേന്ന്. തന്നെ നിങ്ങൾ 10 വരെ പഠിക്കാത്ത ഭാഗ്യം. എന്ത് ഡോക്ടറെ എന്ന് വിളിച്ചാണ്. മനുഷ്യങ്ങളോട് കുനുകുന പറഞ്ഞ സാറ് ഇത് പാകപ്പാടെ വിഷയം കേട്ടോ. വിഷയം ഇവരിവിടെ ഇങ്ങനെ സാറും കുട്ടിയും കൂടെ കിടന്നു കഴിയുമ്പോൾ നമ്മളെ മേലുദ്യോഗസ്ഥന്മാർ വല്ലോ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകില്ലേ? ഇൻഫെക്ഷൻ ഇൻസ്പെക്ഷൻ സാറിന് സംഭവം പിടികിട്ടി. അത് തന്നെ അതിന് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. ഒരു കാര്യം ചെയ്യും, ഇവരെ പരിസരത്ത് മഴയുണ്ടോ എന്നൊക്കെ ഞാനൊന്ന് സാറ് നോക്കട്ടെ. എന്നിട്ട് ഇവർക്കുള്ള പരിഹാരം ഉണ്ടായിക്കൊടു. ഓ മൈ ഗോഡ്, ഒരു വക കണ്ടൂടാ. കാർമേഘം കറുത്തുരുണ്ട് കിടക്കുന്നു. ഒരു വക കണ്ടൂടാ. ഉറപ്പാണ്? ഉറപ്പാണ്. ഓ ആദ്യം ഈ സാമാനത്തിന്റെ അടപ്പെടുത്തിട്ട് ഇതാണ് ഇപ്പൊ അടച്ചു വെച്ചത്. എന്തിന്?
അവിടേക്ക് നേരം ഇതിലെ കൂടി ഇങ്ങോട്ട് നോക്കാതിരിക്കും. അപ്പൊ ഞാൻ നോക്കട്ടെ, നിങ്ങൾ കിടന്നോ, നിങ്ങളെ പ്രശ്നം ഇപ്പൊ ഞാൻ പരിഹരിച്ചു തരാം. ഇവരെ വീട് ഏതൊക്കെയെന്ന് പറഞ്ഞ് തെക്കേ ഭാഗത്ത്. പ്രശ്നമാ, ആ ഭയങ്കര പ്രശ്നമാ. തന്നെ. ഹലോ, ഭയങ്കര പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ ഇവിടെ ഒരു സർക്കാർ ഓഫീസാ, ഇവിടെ കിടക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ ഏതെങ്കിലും ബന്ധുക്കളെ ആരെങ്കിലും വിളിച്ചിട്ട് അങ്ങോട്ട് മാറുന്നതാ നല്ലത്. അല്ലെ എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങളെ വീട്ടിന്റെ ഭാഗം മൊത്തം ചക്രവാത ചുഴി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ചക്രവാത ചുഴി, 2 ആഴ്ച കൊടും മഴ, ഇടിയും മഴയും, കൊടുങ്കാറ്റ്, ഉറപ്പാണ്. മൊത്തം വെള്ളം ഞങ്ങൾ പെടും. 2 ആഴ്ച. അപ്പൊ ഞങ്ങൾ ബന്ധു വീട്ടിലോട്ട് മാറണം. ബന്ധുക്കളെ വിളിക്കുന്നത് ബുദ്ധി ഉദിച്ചു. അതെ, ഉറപ്പാണല്ലേ? ഉറപ്പാണ്. ഹലോ മണിയമ്മേശ്ശേരി, ആ നാളെ രാവിലെ വീട് വാർക്കാനായിട്ടുള്ള ആളും സാധനങ്ങളുമായിട്ട് വാ. രാവിലെ താനെന്ത് പണിയാണോ കാണിക്കുന്നത്? താൻ ഇതിൽ കൂടെ നോക്കിയിട്ട് കൃത്യമായിട്ട് തന്റെ വീടിന്റെ ഭാഗത്ത് ഇടിയും മഴയും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് താൻ എന്തിനാണ് ഇപ്പൊ വീട് പണിയാൻ ആളെ വിളിക്കുന്നത്? ഇടിയും മഴ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആരാ? തന്നല്ലോ. ഇങ്ങനെ ഇടിയും മഴ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ ആഴ്ച മൊത്തം വെയിലായിരിക്കും. ഇങ്ങനെ വെയിലാണെന്ന് പറഞ്ഞാൽ ഇടിയും മഴയായിരിക്കും. ഇങ്ങനെ ഇപ്പൊ ഇടിമഴ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ ആഴ്ച മൊത്തം വെയിലാണ്. ആ വെയിലത്ത് ഞാൻ എന്റെ വീടിന്റെ വാർപ്പങ്ങ് തീർത്തോളാം. നീ വാടി. ഒരു മിനിറ്റ്, ഒരാഴ്ചത്തേക്ക് ദയവ് ചെയ്ത് ഇങ്ങനെ നാക്കെടുത്തൊന്ന് പൊക്കല്ലേ എന്നൊന്ന് പറഞ്ഞേക്കണേ. അത് ഞാൻ ഏറ്റ്.